യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ പോലും അച്ഛന് ശേഷം ശത്രുവായി വരൂ. ഇപ്പോ അർജുന്റെ പേര് ചീത്തയാകാതെ സ്നേഹസദനത്തോട് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനായിരിക്കും അർജുന്റെ ഉദ്ദേശം. അച്ഛന്റെ പേര് ചീത്തയാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ സ്നേഹസദനത്തിനൊരു കളങ്കം വരാനും പാടില്ല. സത്യത്തിൽ ഇപ്പോ ഈ രണ്ടാം വരവിൽ സ്നേഹസദനം എനിക്കൊരു ആശ്രമമായിട്ടാണ് തോന്നുന്നത്. എന്തൊരു ശാന്തത എവിടെ. മറ്റു മോഹങ്ങളൊന്നും ഇല്ലാതാകും. നമ്മൾ ചുറ്റുപാടുകളെ സ്നേഹിച്ചു തുടങ്ങും. അച്ഛൻ പറയും പോലെ സ്നേഹമാണ് ആനന്ദമെന്ന് തിരിച്ചറിയും. ഒക്കെ സ്നേഹസദനത്തിൽ ഞാൻ അറിഞ്ഞു. ആ സ്നേഹസദനത്തിന്റെ പേര് ഞാൻ കാരണം മങ്ങിപ്പോവാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് പോവാ അച്ഛാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവാന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം തോന്നുക. സോറി അച്ഛാ, ഞാൻ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. അതിരിക്കട്ടെ, ഈ അപേക്ഷയില് അടുത്ത നടപടി എന്തായിരിക്കുമെന്നോ മറ്റോ പിയാറോ പറഞ്ഞോ? ജയിലിൽ നിന്ന് അച്ഛനോട് എഴുതി ചോദിക്കും എന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടോ, എന്തിനാ ഇവിടെ താമസിപ്പിച്ചത്, അതൊക്കെ ചോദിച്ചുകൊണ്ടൊരു കത്ത് വരും. വരട്ടെ, ഞാനതിന് മറുപടി കൊടുത്തോളാം. കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാ തെറ്റ് തിരുത്തലും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് ഞാൻ അവരെ അറിയിച്ചോളാം. എന്റെ മറുപടി അവരംഗീകരിക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. SP-യുടെ അപേക്ഷ തള്ളുകയാണെങ്കിൽ എന്നെ കുരുക്കാൻ അർജുൻ അടുത്ത വഴി നോക്കും. അർജുനും നല്ലത് മാത്രം വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അർജുൻ നന്നായിരിക്കട്ടെ. നമ്മുടെ സ്വാതി കേസ് ഒരല്പം കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നുണ്ടെന്നൊരു സംശയം. എന്താ സാർ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം ഒന്ന് സ്പീഡാക്കാം. സ്നേഹം ഒരു കാര്യം ചെയ്യും, സ്വാതി വിളിച്ചുകൊണ്ട് വരാൻ പറ. നാളെ തന്നെ നമുക്ക് ഈ കേസ് ഫയൽ ചെയ്യാം. ഓക്കെ സർ. സർ, ഔട്ട് ഓഫ് കവറേജ് ഏരിയെന്നാ പറയുന്നേ. സ്വാതി സ്വാതിയുടെ തൊറാട്ടി പോകുന്നു പറഞ്ഞായിരുന്നു. മിക്കവാറും അവിടെ ആയിരിക്കും. ഓ, സാറെന്താ ആകെ വല്ലാതിരിക്കുന്നെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇന്നലെ രാത്രി ഞാൻ ഈ കേസ് മറ്റൊരാളെ ഏൽപ്പിച്ചാലോ എന്ന് സ്വാതിയോടൊന്ന് ചോദിച്ചു. ആകെപ്പാടെ ഒരു എക്സെൻട്രിക് രീതിയിലായിരുന്നു സ്വാതിയുടെ പെരുമാറ്റം. ഈ കാറിന്റെയൊക്കെ മുന്നിലേക്ക് എടുത്ത് ചാടാനൊക്കെ പോയി. മനസ്സ് പതറി നിന്നുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൈവിടുന്നൊരു തോന്നൽ വന്ന് കാണും. എനിക്കെന്തോ ആദ്യം മുതൽ തന്നെ സ്വാതിയിൽ എന്തോ കുഴപ്പമുള്ളതുപോലെ ഒരു തോന്നല. എന്തായാലും അവള് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഈവനിങ്ങില് ഒന്നോട് വിളിക്കണം. വിളിക്കാം സർ. അല്ല സർ, ഇന്നലെ വന്ന മെയിലിന് റിപ്ലൈ ചെയ്തല്ലോ അല്ലേ? സെലക്ഷന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് അതെല്ലാം ഞാൻ അയച്ചു സ്നേഹ. ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും അല്ലേ സർ? ഉണ്ടാവും. സാർ ആകെ ഡള്ളാണ്. എന്താ സർ പ്രശ്നം? സ്വാതി കേസാണോ? സർ, നമ്മൾ എന്തായാലും ഏറ്റെടുത്തു. ഇനി നല്ല രീതിയിൽ തന്നെ തീർക്കും സർ. വാവേ വാവേ കരയല്ലേ വാവേ? ഓ വാവേ, ഓ കരയില്ലേ? പാല് കിട്ടാതെ കരച്ചിൽ നിർത്തലേച്ചി. ഓ എന്താ മല്ലികേ, കുഞ്ഞു വല്ലാതെ കരയുന്നല്ലോ. ആശുപത്രി കൊണ്ടുപോണ്ടി വരുവോ? ഒന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാവേ. ശരി.
സാർ, പൂജയെ വിളിക്കണം. പാല് കിട്ടാതെ ഈ കരച്ചിൽ നിൽക്കില്ല. കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് പേടിയാവുന്നു എനിക്ക്. പക്ഷെ മല്ലികേ, പൂജ മോളെ എങ്ങനെ വിളിക്കും? വിളിച്ചാൽ തന്നെ പൂജ മോൾക്ക് വരാൻ പറ്റുമോ? സ്നേഹസദനവുമായി അവിടുന്ന് ആരും സഹകരിക്കില്ലെന്ന് അർജുൻ ശപഥം ചെയ്തതുപോലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പോയത്. പ്രിയ ഇവിടെ ഉള്ളപ്പോ പൂജ വരില്ല, അതുറപ്പാ. അച്ഛാ, എനിക്ക് മനസ്സിലായി എന്താ സംസാരിക്കുന്നതെന്ന്. മോൾക്ക് പാല് കൊടുക്കാൻ പൂജയെ വിളിക്കുന്ന കാര്യമല്ലേ? അച്ഛൻ പൂജയെ വിളിക്ക്. അത് തന്നെയാ മോളെ പ്രശ്നം. പൂജയെ വിളിച്ചാൽ ഞാനിവിടെ ഉള്ളതല്ലേ പൂജയ്ക്ക് വരാൻ തടസ്സം? ഞാൻ പോവാണച്ചാ. കുഞ്ഞിന്റെ ജീവനാണ് പ്രധാനം. അതിന് പാല് വേണം. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ പോയേക്കച്ച. അച്ഛൻ്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഈ ലോകത്ത് മറ്റാര് വിഷമിച്ചാലും ഇനി എൻ്റെ അച്ഛൻ വിഷമിക്കാൻ പാടില്ല. എൻ്റെ ജീവനും ജീവിതമൊക്കെ അച്ഛന് സമർപ്പിച്ചിട്ടാ ഞാൻ വീണ്ടും സ്നേഹസദനത്തിൻ്റെ പടി കയറിയത്. ഞാൻ സ്വയം ഒരു സന്യാസിനിയായിട്ടാ ഇപ്പോൾ ജീവിക്കുന്നത്. മരണം വരെ ഇവിടെ ഇങ്ങനെ കഴിയണമെന്നായിരുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം നടക്കില്ലല്ലോ. ഞാൻ പോവാ അച്ഛ. അച്ഛൻ പൂജയ്ക്കും എനിക്ക് നടുവിൽ നിന്ന് വിഷമിക്കുകയാണ്. ആ വിഷമം ഇനി വേണ്ട. ഞാൻ ഒഴിഞ്ഞു പോയെന്നറിഞ്ഞാൽ പൂജയ്ക്ക് സന്തോഷാവും. എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ മതി പൂജയോട്. എല്ലാം നേരെയാവും. സംസാരിച്ച് നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുക അച്ഛ. മോളെ പോകാൻ വരട്ടെ. പൂജ എൻ്റെ മോളാ. അവളുടെ മനസ്സിൽ നമ്മൾ കണ്ട നന്മ യഥാർത്ഥമാണെങ്കിൽ ഒരു ഉപാധിയും വെക്കാതെ അവൾ വരും. നേരത്തെ അവളെ വിളിക്കുന്ന കാര്യം മല്ലിക പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയതാ. അവൾ വരും. ഞാൻ അവളെ വിളിക്കാൻ പോവുക. വേണ്ട, അവള് വരില്ല. അച്ഛന് പിന്നെ വിഷമാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂജയെ ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ അവൾ വരും, വന്നിരിക്കും. വരില്ല എന്നാണ് അവളുടെ മറുപടിയെങ്കിൽ ഇന്ന് ഞാനിവിടുന്ന് പടിയിറങ്ങും. സ്നേഹസദനത്തിൽ നിന്ന് അച്ഛനാണല്ലോ. ഹലോ മോളെ, അച്ഛനാ. എന്താ മോളെ, കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. എനിക്കറിയാം മോളെ നിന്റെ വേദന. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇനി ഞാൻ വിളിച്ച കാര്യം പറയാം. ഇവിടെ രാധമോള് പാല് കിട്ടാതെ വല്ലാതെ കരച്ചില്ല. ഇപ്പോൾ തന്നെ കരഞ്ഞു കുഴഞ്ഞു കിടക്കുക. അയ്യോ, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറി നിൽക്കുക ഞാൻ. മോളെ, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം.